നിർണായക തീരുമാനമായി സുപ്രീം കോടതി ജഡ്ജിമാർ സ്വത്ത് വിവരങ്ങൾ വെളിപ്പെടുത്തും. ഫുൾ കോർട്ട് യോഗത്തിലാണ് തീരുമാനം. സ്വത്ത് വിവരങ്ങൾ സുപ്രീം കോടതി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. അച്യുതനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ വച്ചിരുന്നത്. അച്യുതൻ, ഈ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നിന്നും കോടിക്കണക്കിന് രൂപ, അത് 15 കോടിയാണോ 18 കോടിയാണെന്ന് ഇപ്പോഴും നമുക്ക് വ്യക്തമല്ല, അത് കണ്ടെടുത്ത ആ സംഭവത്തിന്റെ തുടർച്ചയായി ഈ സംഭവത്തെ കാണണോ അച്യുതൻ? തീർച്ചയായിട്ടും ഹാഷ്മി, അത് തന്നെയാണ് പശ്ചാത്തലം. ഡൽഹി ഹൈക്കോടതി ജഡ്ജിയായിരുന്ന യശ്വന്ത് വർമ്മയുടെ വസതിയിൽ നിന്ന് ഈ കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയ ഒരു സംഭവമുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നിർണായകമായ ഒരു തീരുമാനത്തിലേക്ക് സുപ്രീം കോടതി എത്തിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ ഏപ്രിൽ 1 ഒരു ഫുൾ കോർട്ട് യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിലാണ് ഈ സ്വത്ത് വിവരങ്ങൾ, ജഡ്ജിമാരുടെ സ്വത്ത് വിവരങ്ങൾ സുപ്രീം കോടതിയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത്. 33 സിറ്റിംഗ് ജഡ്ജിമാരും ഇതുമായി ബന്ധപ്പെട്ട യോഗത്തിൽ പങ്കെടുത്തു. ഈ യോഗത്തിലൊരു പ്രമേയം കൊണ്ടുവന്ന് ആ പ്രമേയം പാസ്സാക്കുകയും ചെയ്തു. അതായത് ജഡ്ജിമാർ അവരവരുടെ സ്വത്ത് വിവരങ്ങൾ അത് സുപ്രീം കോടതിയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച് പൊതുജനങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ സുതാര്യമാക്കുക എന്ന ലക്ഷ്യം എന്നത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ആ തീരുമാനത്തിലേക്ക് സുപ്രീം കോടതി എത്തിയിരിക്കുന്നത്. കാരണം ഈ ഡൽഹി ഹൈക്കോടതി ജഡ്ജിയുടെ വസതിയിൽ നിന്ന് ഈ കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയ സംഭവത്തിൽ വലിയ വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യമുണ്ടായി. ജുഡീഷ്യറിയുടെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. ആ ഒരു സാഹചര്യത്തിലാണ് സുപ്രീം കോടതി ഈ നിർണായകമായ തീരുമാനം ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. അതായത് ജഡ്ജിമാര് അവരുടെ സ്വത്ത് വിവരങ്ങൾ അത് പബ്ലിക്കിന് മുന്നിൽ, അത് പൊതുജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുക എന്ന തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്.